പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും, എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. നാം പോയ വഴികളല്ല ഇനിയും ഉള്ള വഴികൾ. ദൈവം ചില പുതുവഴികൾ തുറക്കുവാൻ പോകുന്നു. മുൻപോട്ട് ചുവടുകൾ വെക്കുക. പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയോ പിന്മാറുകയോ ചെയ്യരുത്. ദൈവം തുറക്കാൻ പോകുന്ന വഴി അതിവിശാലവും ശ്രേഷ്ഠവുമായ വഴിയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. യേശു അവരോട്, ഞാൻ തന്നെയാണ് വഴി, സത്യം, ജീവൻ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ വഴി ദൈവം നമുക്കായി തുറക്കും. ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വഴികൾ, ഇനിയും തുറക്കാൻ പോകുന്ന വഴികൾ, നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന വഴികൾ നിങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്തതുപോലെ അത്ഭുതകരമായ വഴികളാണെന്ന് വിശ്വസിക്കുക. യേശുവിലാണ് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ പിതാവിങ്കിലേക്ക് വരെയുള്ള വഴി യേശു മുഖാന്തരം തുറന്നു ലഭിക്കുകയാണ് ചെയ്യുന്നത്. സദൃശവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളെത്തും. കാര്യം, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ വഴി തിരഞ്ഞെടുക്കേണ്ടത് അവൻ്റെ ആലോചന പ്രകാരമല്ല. സങ്കീർത്തനങ്ങൾ 27:11 പറയുകയാണ്, യഹോവേ നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ദൈവത്തിൻ്റെ വഴി ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നാശത്തിൻ്റെ വഴിയല്ല. പക്ഷെ നാം തന്നെ തിരഞ്ഞെടുക്കുന്ന പല വഴികളും പല ആലോചനകളും അതിൻ്റെ അവസാനം നാശത്തിലോട്ട് പോകും. എന്നാൽ ദൈവിക ആലോചനയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടെ, നമ്മളിപ്പോൾ ഇനി വഴി കാട്ടാൻ ആരെയാണ് ദൈവം ആക്കി വെച്ചേക്കുന്നത്? പരിശുദ്ധാത്മാവിന് വഴികാട്ടി. യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്കായി ഇന്നും ജീവനോടെ ഉള്ളപ്പോൾ ഇന്ന് നമുക്ക് വഴികാട്ടിയായി കാര്യസ്ഥനായി നമ്മളെ വഴി നടത്തുന്നത് നല്ല സഖി, അത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമുക്ക് തോന്നുന്ന വഴിയല്ല പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ. നമ്മുടെ വിചാരങ്ങളല്ല, ദൈവത്തിൻ്റെ വിചാരങ്ങൾ അതിശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണം, അത് ദൈവമാണ് തുറക്കുന്നത്. അത് തുറന്നിട്ടുണ്ട്, യേശു ക്രിസ്തു മുഖാന്തരാണ്. ഇവിടെ പറയുകയാണ്, യഹോവേ നിൻ്റെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എനിക്കൊന്ന് കാണിച്ചു തരണമേ.
നാം നമ്മുടെ പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങേണ്ട കാര്യമില്ല. നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായ പദ്ധതിയിൽ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനിൽ നമ്മളെ വഴി നടത്തും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴി. യഹോവേ, നിൻ്റെ വഴി എന്നെ ഒന്ന് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയാം, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ ഒന്ന് നടത്തണേ. ഇതിനുള്ള മറുപടിയാണ് സങ്കീർത്തനം 32:8 പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. കർത്താവ് നമ്മളെ ഉപദേശിക്കും. നമ്മൾ നടക്കേണ്ട വഴി ഏതാണോ കർത്താവ് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയാണ്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആരെങ്കിലും വഴി കാണാതെ അലയുകയാണെങ്കിൽ കർത്താവ് എന്നെ ഒന്ന് വഴി കാട്ടണേ എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മളെ ഉപദേശിച്ച്, പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിച്ച് നമ്മൾ നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് എന്ന് പറഞ്ഞാൽ കർത്താവിന് കണ്ണ് വെച്ച് നമുക്ക് ദൈവം ആലോചന പറഞ്ഞു തരും. നല്ല ആലോചന പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്ന്. സങ്കീർത്തനം 37:5 ഇങ്ങനെ പറയാണ്, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. നമ്മുടെ വഴികൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ ആരെ ഏൽപ്പിക്കണം? യഹോവയെ, ദൈവത്തെ ഏൽപ്പിക്കുക, പരിശുദ്ധാത്മാവിനെ. എന്നിട്ട് അവനിൽ തന്നെ ആശ്രയിക്കുക. അവനത് നിർവഹിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പലരും നിങ്ങളെ പലപ്പോഴും തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ആരുടെ പേരിലും എന്ത് കള്ളവും പറയാൻ മടിക്കാത്ത ഒരു ദുഷ്ട കാലത്തിലാണ് നിൽക്കുന്നത്. അവർ പോകുന്ന വഴി അവരുടെ നാശത്തിൻ്റെ വഴിയാണ് പോകുന്നത്. പക്ഷെ എന്നെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പോകുന്നത് പിതാവിങ്കലേക്കാണ്. യേശുവിൽ കൂടെയാണ് ആ വഴി. യേശുവാണ് തന്നെയാണ് വഴി. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് നമ്മുടെ വഴികളെ ദൈവത്തിൽ ഭരമേൽപ്പിച്ച്, ദൈവത്തിൽ തന്നെ ആശ്രയിച്ച്, ദൈവത്തിൽ തന്നെ അത് നിർവഹിക്കുന്നവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് തന്ന വഴിക്കായി സ്തോത്രം. യേശു എന്ന വഴിക്കായി സ്തോത്രം. അപ്പോൾ തന്നെ ഇന്ന് വഴിയറിയാതെ, ലക്ഷ്യബോധമില്ലാതെ നിൽക്കുന്നവർക്ക് കർത്താവ് തന്നെ വഴി തുറക്കണമേ. കർത്താവ് വഴി അവർ കാണിച്ചു കൊടുക്കണമേ. അവരുടെ വഴിയെ യഹോവയിൽ ഭരമേൽപ്പിച്ച് യേശുവിൽ തന്നെ ആശ്രയിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കർത്താവെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്നതിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ആലോചനക്കാരനായി കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ജീവിപ്പാൻ അതിനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും എൻ കൂടെയിരിക്കും നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം.
പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ.